ഇന്ന് പറയാൻ ടോപ്പിക് എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ആഡിലാണോ അതോ ഇമേജ് ആഡിലാണോ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഈ കഴിഞ്ഞ ഒരു 2 മാസം 3 മാസം മുമ്പ് വന്ന ഫേസ്ബുക്ക് മെറ്റ ആഡ്സിന്റെ പുതിയ അപ്ഡേറ്റ് പ്രകാരം കൂടുതൽ റീച്ചും കൂടുതൽ പെർഫോമൻസും കിട്ടുന്നത് വീഡിയോ ആഡിനാണ്. കാര്യം കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ ആഡ്സ്. നമുക്ക് ഒരാളുടെ പ്രോഡക്റ്റോ സർവീസോ പെട്ടെന്ന് ഒരു കസ്റ്റമറിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വീഡിയോ ആഡ്. ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലവരുണ്ട് ഇമേജ് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ കണ്ടന്റ് കൊടുക്കും. ആക്ച്വലി ഇതൊരു അൽഗോരിതമാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കുറെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഫേസ്ബുക്കിന്റെ റൂൾ പ്രകാരം 80-20 റൂൾസ് ആണ് പ്രയോഗിക്കുന്നത്. 80% നമ്മൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജസും 20% കണ്ടന്റ്. അതിൽ നമ്മൾ എന്താണോ നമ്മൾ സ്പെസിഫിക് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്, നമ്മൾ സർവീസ് മീൻസ് അത് ഏതാണോ മെയിൻ ഫോക്കസ്, അപ്പൊ അതിന്റെ ഒരു വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആവാം. അങ്ങനെയുള്ളതിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്താലായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കരോസൽ ആഡ് ഉണ്ടാകും. കരോസൽ ആഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിക്ചറിനെ തന്നെ നമ്മൾ കട്ടായിട്ട്, അതായത് ഒരു എൻഡ് ചെയ്ത് അടുത്ത എൻഡിലോട്ട് കൊടുക്കുന്ന രീതിയിൽ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് കരോസൽ ആഡ് എന്ന് പറയുന്നത്. പക്ഷെ പലരും ചെയ്യുന്ന വെച്ചാൽ പല ഡിഫറെന്റ് പാറ്റേണിലുള്ള പരസ്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം നമ്മൾ ഒരു ആഡ് ചെയ്യുമ്പോൾ അതിനൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കരോസൽ ആഡ് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്.